അപ്പോൾ പശുപതി പാസം എന്നുള്ളതിൽ പശുപതി പാസം എന്ന് പറഞ്ഞത് 3 എൻറ്റിറ്റീസ്. ഇത് 3 പെർമനൻ്റ് എൻറ്റിറ്റീസ്. എന്താണ് 3 എൻറ്റിറ്റീസ്? അതിൽ ഒന്നും ടെമ്പററി ഇല്ല. അതായത് ഗാഡ് അതും പെർമനൻ്റ് ആണ്. ഇൻഫിനിറ്റ്. എന്താണ് ഇൻഫിനിറ്റ്. അപ്പോൾ ആത്മാവ് ഇൻഫിനിറ്റ് തന്നെ. എന്താണ് ആത്മാവ് ഇൻഫിനിറ്റ് തന്നെ. അപ്പം ഈ മറ്റ് വേദാന്തത്തിനും ശൈവ സിദ്ധാന്തത്തിനുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ പാസവും ഇൻഫിനിറ്റ് തന്നെ. എന്താണ് ഇൻഫിനിറ്റ് തന്നെ. വേദാന്തത്തിൽ മായ എന്ന് പറഞ്ഞാൽ ഇല്യൂഷൻ. എന്താണ് വേദാന്തത്തിൽ ഇല്ലാതെ ഒന്ന ഇരിക്കുന്നതുമാതിരി വിചാരിക്കുന്നതിൻ്റെ പേരാണ് വേദാന്തമായ. എന്താണ് ഇല്ലാതെ ഇരിക്കുന്നത് വിചാരിക്കുന്നത് ഭേദം. ഇതിങ്ങനെ ശൈവ സിദ്ധാന്തത്തിൽ ഇരിക്കുന്നത് തന്നെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇല്ലാത്തതല്ല, ഇരിക്കുന്നത് തന്നെ നിങ്ങൾ ഇരിക്കുന്നത് എല്ലാം അതും പെർമനൻ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് വിചാരിക്കും, കലികാലത്തിൽ ലാസ്റ്റിൽ ശിവനെ എല്ലാം അഴിക്കുമല്ലോ. എന്തോന്ന് അഴിക്കുമെന്ന് പറഞ്ഞാൽ അത് വന്ന് ഒരു നെബുല സ്റ്റേറ്റ്. നിങ്ങൾ അഴിക്കുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി ശൈവ സിദ്ധാന്തത്തിൽ അഴിക്കുന്ന ഒരു ടെക്നിക്കില്ല. ഡിസൊല്യൂഷൻ അതിന് എന്ത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ തങ്കം ഒരു ബാർ തങ്കത്തെ വാങ്ങിച്ച് മകൾക്ക് ഉരുപ്പടി ചെയ്തിട്ടു. എന്തോന്ന് അപ്പോൾ വന്ന് അത് കാസൽ ഇത് വന്ന് ബാർ തങ്കം ഉരുപ്പടിയാണ് മായ. എന്തോന്ന് ഇത് മനസ്സിലായ? ഈ മായ വന്ന് മറ്റേ വേദാന്ത ഇല്യൂഷൻ അല്ല. വേദാന്ത ഇല്യൂഷൻ അല്ല. കാരണം വെച്ചാൽ കടയിൽ കൊണ്ട് വിൽക്കണമെങ്കിലും അവൻ പണം തരുമല്ലോ. അപ്പോൾ ലോൺ ഇടണമല്ല. അപ്പോൾ അത് റിയാലിറ്റി അല്ലേ. അപ്പോൾ അതിനെ തിരിച്ച് ഉരുക്കി മകൾ പറയാണ്, എനിക്ക് അച്ഛാ ഈ ചില്ലറ ചെയിനൊക്കെ ഇത് ഉരുക്കി എനിക്കൊരു വലിയ ഒരു നെക്ലസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉരുക്കുമ്പോൾ ആ ഉരുപ്പടി വീണ്ടും ഇട്ട് റിട്ടേൺസ് ടു ദീസ് കാസൽ സ്റ്റേറ്റ്. കാസൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് കട്ടിതങ്കായി. ഇതേമാതിരി തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ഡിസൊല്യൂഷൻ പ്രളയത്തിൽ എല്ലാ ഇത് വന്ന് ഒറിജിനൽ സ്റ്റേറ്റിന് പോകുന്നവരെ കാണാതാവുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ ട്രൂത്ത്. അത് വന്ന് റിയാലിറ്റി. എന്താണ് മായ അക്കോർഡിംഗ് ടു ശൈവ സിദ്ധാന്ത മായ ഈസ് റിയാലിറ്റി. അപ്പോൾ എന്തോന്നാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതേ വന്ന് അത് വന്ന് കാസൽ സ്റ്റേറ്റിലും റിസൾട്ടൻ്റ് സ്റ്റേറ്റിനും ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോന്ന് കാസൽ സ്റ്റേറ്റിനെയും റിസൾട്ടൻ്റ് സ്റ്റേറ്റിനെയും ഇടയിലും മാറിക്കൊണ്ട് ഇതാണ് ശൈവ സിദ്ധാന്തം മായ. മനസ്സിലായ? അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് മായ മറ്റേ സ്വപ്നമൊന്നുമില്ല. അത് വേദത്തിലാണ് മായ ഒരു സ്വപ്നം. അത് അങ്ങനെയാണ്, അത് ദൈവം അങ്ങനെ പ്രതിഫലിക്കുന്നു അങ്ങനെല്ലാം പറയുന്നത്. അത് വേദാന്ത ടൈപ്പ്. ഇവിടെ വന്ന് റിയാലിറ്റി, ഹാർഡ് റിയാലിറ്റി. എന്തോന്ന് ഹാർഡ് റിയാലിറ്റി. അപ്പോൾ വെച്ചാൽ ഇത് മൂന്നുമാണ് ഇന്ത്യയിലുള്ള ഫിലോസഫിയൊക്കെ ദേ ആർ റൊട്ടേറ്റിംഗ് ഓൺ ദീസ് 3 പിവട്സ്. ഇന്ത്യയിലുള്ള എല്ലാ ഫിലോസഫിയും ഈ 3 ഉള്ള പിവട്ട് എന്ന് പറഞ്ഞാൽ ഒരു വീലിൻ്റെ സെൻറ്റർ പിവട്ടിലാണ് ചുറ്റുന്നത്. അതിൽ വന്ന് ഇത് ശൈവ സിദ്ധാന്തത്തിൽ ഇത് തന്നെ മാൻ മാറ്റർ എല്ലാം ഇത് തന്നെ. പക്ഷേ ഈ ഇതിൽ ഗാഡ് എന്നുള്ളത് വിട്ടിട്ട് വെറും മാൻ ആൻഡ് മാറ്റർ ആത്മാവും ഈ ലൗകിക പ്രശ്നങ്ങളെ മാത്രം ഹാൻഡിൽ ചെയ്താണ് ബുദ്ധിസം. എന്തോന്ന് ബുദ്ധിസം ആൻഡ് ജൈനിസം. അപ്പോൾ അവർ സെപ്പറേറ്റ്, അവർക്ക് ഈ ക്ഷേത്രം കെട്ടണം, ഈ കുംഭാഭിഷേകം ചെയ്യണം എന്നുള്ള റൂൾ അവിടെ ഇല്ല. എന്തോന്ന് ഇതിൻ്റെ ഇതാണ് പൂജാരി അപ്പോയിൻറ്റ് ചെയ്യണം. ഇതൊക്കെ ജൈനിസത്തിലും ബുദ്ധിസത്തിലും ഇല്ല. നിങ്ങളവിടെ പോയി കണ്ടിട്ട് പോകണം. വലിയ ചില ബുദ്ധീസ് വച്ചിരിക്കും. ബുദ്ധർ ചില വെച്ച് വഴിപാടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. എന്തോന്ന് പക്ഷേ നിങ്ങൾ ബുദ്ധ കയാൽ പോയാൽ 300 അടിക്ക് 3-4 ചിലയെ കാണാം. ചില വേണ്ടെന്ന് പറഞ്ഞവനൊക്കെയാണ് ചില വയ്ക്കുന്നത്. ബാമിയാൻ ബുദ്ധിസ്റ്റ് ചേർന്ന് ആഫ്ഗാനിസ്ഥാനിൽ ഒരു മലയെ ബുദ്ധർ ചിലയാക്കി മാറ്റി വെച്ചിരുന്നു. അതായത് ഇസ്ലാമിസ്റ്റ് ഫണ്ടമെൻ്റൽ തീവ്രവാദികൾ മുമ്പ് ഒരു 10 കൊല്ലത്തിന് മുമ്പ് ഇടിച്ച് തകർത്തു. സോ അപ്പോൾ എന്ന് വെച്ചാൽ ദൈവം ഇല്ല അങ്ങനെയെന്ന് പറയുന്നതുകൊണ്ട് അക്കോർഡിംഗ് ടു ശൈവ സിദ്ധാന്ത ബുദ്ധിസം ആൻഡ് ജൈനിസം ആർ റിജക്റ്റഡ്. എന്തെന്ന് ശൈവ സിദ്ധാന്ത റിജക്ട്സ് ബുദ്ധിസം ആൻഡ് ജൈനിസം. അപ്പോൾ ശൈവ സിദ്ധാന്തത്തിൽ ഒരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിരാകരണം.
നിരാകരണം എന്ന് വെച്ചാൽ റിജക്റ്റിങ്. ശൈവ സിദ്ധാന്തം തന്നെ കറക്റ്റ്. അപ്പോൾ എന്തോന്ന് വേദാന്ത കറക്റ്റ് അല്ല. ശരിയാ. ബുദ്ധിസം അത് ഒന്ന് ഒരു അത്തീസ്റ്റ് റിലിജൻ. ജൈനിസം അത്തീസ്റ്റ് എന്ത് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ അത് റിജക്റ്റായി. എന്തോന്ന് ഇന്ത്യയിൽ റിജക്റ്റായി. പക്ഷേ ചൈനയിലും ജപ്പാനിലും ഇത് പല കൺട്രീസിലും എന്തെന്ന് വെച്ചാൽ അവർക്ക് മതമൊന്നും ഇല്ലാതായിരുന്നു. അപ്പോൾ എന്തെന്ന് ഈ ബുദ്ധിസം പോയി അവിടെ ഗവൺമെൻറ് റിലിജനായി. ശ്രീലങ്കയിൽ ഗവൺമെൻറ് റിലിജൻ, ജപ്പാനിൽ ഗവൺമെൻറ് റിലിജൻ, ചൈനയിൽ ഗവൺമെൻറ് റിലിജൻ. കാരണം വെച്ചാൽ അവർക്ക് വേറെ മതമില്ല. അപ്പോൾ ഇന്ത്യയിൽ എന്തെന്ന് വെച്ചാൽ അത് ഒന്ന് ബുദ്ധിസം കാണാതെ പോയി. ബുദ്ധിസം എങ്ങനെ കാണാതെ പോയി അങ്ങനെയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കടൽ വെള്ളത്തെ ചൂടാക്കി ഉണ്ടാക്കുന്നതല്ലേ ഉപ്പ്. പിന്നെ കേരളത്തിൽ ഉപ്പളമില്ല, ഒന്നുമില്ല. എല്ലാം തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിൽ നിന്നല്ല ഉപ്പ് തന്നെ ഇന്ത്യ ഉള്ള പോകുന്നു. അപ്പോൾ അത് കണ്ടിട്ടുണ്ടല്ലോ തൂത്തുക്കുടിയിൽ. അപ്പോൾ ഉപ്പ് കടൽ വെള്ളത്തെ കൊണ്ട് കെട്ടി നിറച്ച് സൂര്യൻ അതിൽ ലൈറ്റ് ഫാമായി ഇതായി ഹീറ്റായി അത് ഉപ്പ് ഉണ്ടാകുന്നു. ശരി, ഇപ്പോൾ ഉപ്പ് ഉണ്ടായി. ഇപ്പോൾ ഉപ്പ് വേറെ, കടൽ വെള്ളം വേറെ, സീ വാട്ടർ വേറെ, ഉപ്പ് വേറെ. ഇപ്പം നിങ്ങൾ ഒരു 10 ലാറി ഉപ്പ് കൊണ്ട് കടലിൽ തട്ടിയാൽ എന്താവും? അത് ഇറ്റ് ബിക്കംസ് സീ വാട്ടർ. എന്തോന്ന് സീ വാട്ടർ. ഇതേമാതിരി ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു ഓഷനാണ്. ഹിന്ദുയിസം എന്ന് പറയുന്ന ഓഷനിൽ ഇവർ കൊണ്ട് ഈ ഉപ്പുമാരി നിങ്ങൾ ഫാം ചെയ്ത ബുദ്ധിസത്തെയും ജൈനിസത്തെയും കൊണ്ട് അവിടെ തള്ളിയപ്പോൾ അത് കാണാതായി. ഇന്ത്യയിൽ കാണാതെ ഒരു ആർക്കിയോളജിക്കൽ ഒരു എവിഡൻസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ റെഗുലറായി എല്ലാ കൊല്ലവും ഗയ പോകുന്നുണ്ട്, എല്ലാ കൊല്ലവും സാർനാഥ് പോകുന്നുണ്ട്. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെ. പക്ഷേ അവിടെ വരുന്നവരൊക്കെ ജപ്പാനിലൊന്നും ചൈനയിലൊന്നും കൊറിയയിലൊന്നൊക്കെ വന്ന് വലിയ ബിൽഡിംഗ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പേര് ബുദ്ധഗയ. എന്തെന്ന് ബുദ്ധഗയ. അപ്പോൾ ഇന്ത്യക്കാരനെ പുറത്തുള്ള ഗയ എന്ന് ബുദ്ധനാരായണ. എന്തോന്ന് കാരണം വെച്ചാൽ ഗയയിൽ പോയി അവിടെ ഉള്ള നാരായണനാണ് അങ്ങേർക്ക് ജ്ഞാനം കൊടുത്തത്. അതുകൊണ്ട് നാരായണനിലെ എല്ലാ അവതാരം എടുക്കുന്നത്. നാരായണനാണ് അവതാരം. അപ്പോൾ അവതാരം ഇവരൊക്കെ അവതാരം ഒന്നും ഉണ്ട്. നാരായണനാണ് അവതാരം എടുപ്പോൾ ബുദ്ധനാരായണൻ. അതേമാതിരി ജൈനും ഒരു അവതാരം തന്നെ. അവരെ ഒന്ന് ഇല്ലെന്ന് പറയാൻ ഒക്കില്ല, അവതാരം തന്നെ. പക്ഷേ അവർ സ്റ്റിക്കർ ഒട്ടിയത് നാൻ റിലീജിയസ് സ്റ്റിക്കർ. ഓക്കെ, റൈറ്റ്. ഓക്കെ. ഇപ്പോൾ പശുപതി പാസം എന്നുള്ള 3 ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ പശു വന്ന് എന്താണെന്ന് വെച്ചാൽ പാസങ്ങളെ വിട്ട് ഉയർന്നാൽ, ഉയരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആത്മാന്നുള്ള ഒരു സ്റ്റേജിൽ വരും. 24 ആത്മതത്വങ്ങളെ ക്രോസ് ചെയ്യുമ്പോൾ ആത്മാന്നുള്ള സ്റ്റേറ്റസിൽ വരും. പിന്നെ വിദ്യാതത്വങ്ങളെ ക്രോസ് ചെയ്യുമ്പം പുരുഷൻ എന്നുള്ള ഒരു സ്റ്റേറ്റസിലെത്തും. പുരുഷൻ ആത്മാവിടെ ഹയർ റാങ്ക്, പ്രൊമോഷൻ, പുരുഷൻ. അതിൽ നിന്നും വലിയ ലെവലിൽ വരുന്ന മഹാപുരുഷൻ എന്ന് പറയും, മഹാത്മാ. എന്നിട്ട് ഇവർ 36 തത്വവും ക്രോസ് ചെയ്യുമ്പോൾ ശിവമായിട്ട് മാറും. ശിവമായിട്ട് മാറും എന്ന് പറഞ്ഞാൽ മാറിയിട്ടുണ്ട്. ശിവലിംഗം പട്ടണത്താരൊക്കെ മെഡ്രാസ് ബീച്ചിൽ ശിവലിംഗமாக മാറിയിട്ടുണ്ട്. അതേമാതിരി ചിദംബരത്ത് മാണിക്യവാസകർ മാറിയിട്ടുണ്ട്. തിരുവാലങ്കാട്ട് കാരയ്ക്കാൽ അമ്മയാർ ജ്യോതിയായിട്ട് മറഞ്ഞിട്ടുണ്ട്. അപ്പം മരണമില്ലാ പെരുവാളു, ഡെത്ത്ലെസ് ഒരു സ്റ്റേജ്. അതിൽ വന്ന് ശിവமாக മാറാൻ പറ്റും ശൈവ സിദ്ധാന്തത്തിൽ. അപ്പോൾ ഈ ശൈവ സിദ്ധാന്തം ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് ശൈവ സിദ്ധാന്തം ഇവിടെ വളർന്നു നിൽക്കുന്നത്. ഇതിനെ വന്ന് ഇന്ത്യ ഫുള്ളായിട്ട് ഉള്ള ഫിലോസഫി ആയിട്ട് എല്ലാവർക്കും പരത്തേണ്ട. കാരണം എന്ന് വെച്ചാൽ ശൈവ വർഷിപ്പ് ആൾ ഓവർ ഇന്ത്യ ഉണ്ട്. പക്ഷേ ശൈവ സിദ്ധാന്തം തമിഴിലാണ് മാക്സിമം ഇരിക്കുന്നത്.